അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മിൽക്ക് പേഡ് ഒന്ന് റെഡിയാക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നല്ല ടേസ്റ്റിയാണ്. അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്കും ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 100 ml പാലൊഴിച്ച് പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി കുറുകി വരണം. പഞ്ചസാര അതിലൊന്ന് ചേർന്നിട്ട് ആ സമയത്തേക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിതിലേക്ക് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. 1 കപ്പ് പാൽപ്പൊടിയാണ് നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇത് പാനിൽ നിന്ന് നന്നായി വിട്ട് വരണ ഒരു പരുവം വരും. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അതുവരെ ഇളക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ട് ഇളകി വരും. എന്നിട്ട് നമ്മൾ നന്നായി ചൂടാറിയ ശേഷം മാത്രം ഇതൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഞാൻ എൻ്റെ വെപ്രാളം കൊണ്ട് പെട്ടെന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഏത് ഷേപ്പിൽ വേണോ ഇത് ഉരുണ്ട് വരും കേട്ടോ. അങ്ങനെ എൻ്റെ കൈയെല്ലാം പൊള്ളിതേ ഈ ഒരു ചുവന്ന പരുവായിട്ടുണ്ട്. നല്ല നീറ്റിലും പുകച്ചിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ചൂടോടെ ചെയ്യേണ്ട. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ട് സെക്കൻഡ്സ് കൊണ്ട് തീർന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.